സിറാജ് വ്ളോഗിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് നമുക്ക് വീഡിയോസൊന്നും ഇടാനായിട്ട് സാധിച്ചില്ല, തിരക്കൊക്കെ ആയിരുന്നു. എനിക്കൊരു 2-3 പേരുടെ ഫ്രീ ആയിട്ടുള്ള നമ്മൾ നോക്കാറുള്ള താഴെ കൊടുക്കുന്ന നമ്പറിലൊക്കെ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് ജാതകം നോക്കാനായിട്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ അവർ 2-3 പേര് നോക്കാനുണ്ട്. അപ്പോൾ കുറച്ച് തിരക്കായിരുന്നു, കെട്ടുനിറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. ഞാൻ പോകാറില്ല, പുറത്തേക്ക് പൂജയ്ക്ക് അങ്ങനെ പോകാറില്ല. നമ്മൾ ക്ഷേത്രമുള്ളത് കാരണം 2 നേരം പൂജയുള്ള കാരണം പുറത്തേക്ക് പോകാറില്ല. ചിലവർക്ക് നമ്മൾ ചെല്ലണം നിർബന്ധമുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോകേണ്ടി വന്നു. അപ്പോൾ അത് കാരണം നമുക്ക് തിരക്കായിപ്പോയി. അപ്പോൾ ക്ഷമിക്കുക, 2 ദിവസം വീഡിയോ. അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ എത്തിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക. നമ്മൾ ഗുരുവായിട്ടൊക്കെ മാറും. പിന്നെ താഴെ കാണുന്ന നമ്പറിലൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ജാതകം നോക്കി ദശാസന്ധി അനുസരിച്ച് നിങ്ങൾക്കുള്ള പരിഹാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അല്ലാതെ നമ്മൾ കാവടി പ്രശ്നം ആ പ്രശ്നം എന്നും പറഞ്ഞ് പോകാതെ നിങ്ങളുടെ ജാതകത്തിൽ എന്താണ് പ്രശ്നം, ജനനസമയം, ജനനത്തീയതി, പേര്, നക്ഷത്രം എത്ര ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിൽ എന്താണ് പ്രശ്നം, അതനുസരിച്ച് നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറയാതെ അങ്ങോട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള പരിഹാരങ്ങളൊക്കെ നിങ്ങൾ ചെറിയ രീതിയിൽ നടത്താവുന്നതാണ്. വലിയ വലിയ പൈസകളൊന്നും പോകാതെ 1000 രൂപ 500 താഴെയൊക്കെ ഉള്ള വഴിപാടുകളൊക്കെ നടത്തി നമ്മുടെ ജീവിതമൊക്കെ തിരിച്ചു പിടിക്കാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന പണ്ട് ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് ആ വഴിപാട് ലക്ഷങ്ങളൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സിറാജ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ധനു ചൊവ്വാഴ്ച, ഇന്ന് തിങ്കളാഴ്ച, നാളെ ധനു 16-ാം തീയതി അല്ല 16 ധനുമാസം 1-ാം തീയതി. അപ്പോൾ ധനുമാസം 1-ാം തീയതിയാണ്. അപ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ 5 നക്ഷത്രങ്ങൾക്ക് നല്ലൊരു സമയമാണ് എന്ന് വെച്ച് മറ്റുള്ള നക്ഷത്രങ്ങൾക്ക് ഇല്ല എന്നല്ല, ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന 5 നക്ഷത്രങ്ങൾ. ചിലപ്പോൾ ഈ പറയുന്ന നക്ഷത്രങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന നക്ഷത്രങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മൾ പറയുന്നത് പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുക. അപ്പോൾ നിങ്ങൾ ജാതകവശാൽ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നമ്മുടെ വീട്ടിലെ അവസ്ഥയൊക്കെ ചിന്തിച്ചിട്ട് കാര്യങ്ങളൊക്കെ കേൾക്കുക. പൊതുഫലമാണ്. അപ്പോൾ സർവ്വത്തിൽ ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന നക്ഷത്രം കുറച്ച് 5 നക്ഷത്രങ്ങൾ വെച്ചിട്ടാണെന്ന് പറയാം. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർ നക്ഷത്രത്തിനാണ്. പുണർ നക്ഷത്രത്തിൽ ഇത്ര നാളുണ്ടായിരുന്ന രോഗാതുരിതങ്ങളൊക്കെ മാറി നല്ലൊരു അഭിവൃദ്ധിയിലേക്ക് വരും, സാമ്പത്തികമായിട്ടൊക്കെ പോവും. അതുപോലെ തന്നെ നമുക്ക് ലോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടായിരുന്നെങ്കിൽ, തടസ്സമായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ അതൊക്കെ കിട്ടുന്നൊരു അവസ്ഥയാണ്. വിദേശത്ത് പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രത്തിന് എപ്പോഴും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ എപ്പോഴും മുടക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ മാറിക്കിട്ടും. എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. തുടരെ അസുഖങ്ങളും കാര്യങ്ങളും അതൊക്കെ മാറിക്കിട്ടി ധനത്തിൻ്റെ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസകളൊക്കെ, കടം കൊടുത്ത പൈസകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൂരം നക്ഷത്രത്തിന് വിദേശത്ത് പോകാനും അവിടെ നിന്ന് ജോലിയൊക്കെ ലഭിക്കാനും അവിടുത്തെ സാമ്പത്തികം കൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസമൊക്കെ തടസ്സമില്ലാതെ പോകും. അതുപോലെ തന്നെ ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുകയും പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ട് ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരിക്കും പൂരം നക്ഷത്രത്തിന്. അടുത്തതായിട്ട് പറഞ്ഞാൽ ചിത്തിര നക്ഷത്രത്തിന് പ്രധാനമായിട്ടും പറയേണ്ടത് നിങ്ങൾക്ക് കിട്ടാനിരുന്ന പൈസകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള പൈസകൾ, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് കിട്ടുന്ന ഒരവസ്ഥ കാണുന്നു. പിന്നെ അതുപോലെ തന്നെ ദുരിതങ്ങളൊക്കെ ആയിരുന്നു, ഒരുപാട് ദുരിതങ്ങൾ, എന്ത് ചെയ്താലും അങ്ങോട്ട് കരകയറാൻ പറ്റാത്തൊരവസ്ഥ, അതിനൊക്കെ ഒരു മാർഗ്ഗനിർദ്ദേശം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി കിട്ടാൻ, വീട് പണിയൊക്കെ അവിടെ കിടന്നവരാണെങ്കിൽ അതൊക്കെ പുനരാരംഭിക്കാനും, അതുപോലെ തന്നെ മറ്റേ പുണ്യക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്താനുള്ളൊരു അവസരങ്ങൾ തുറന്നു വരികയാണ് ക്ഷേത്രങ്ങൾ. അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ ശബരിമല സീസണൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ പോകാനോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ, ചോറ്റാനിക്കര അല്ലെങ്കിൽ ഗുരുവായൂരൊക്കെ പോകാനായിട്ടുള്ളൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിലേക്ക് എത്തും. ആർക്കെങ്കിലുമൊക്കെ കടം കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. നമ്മൾ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രത്തിന് വാക്കുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നമ്മൾ വായകാലം കൊണ്ടുള്ള സംസാരങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മക്കളായിട്ടുള്ള ചെറിയ വഴക്കുകളും കലഹങ്ങളൊക്കെ മാറിക്കിട്ടും. മക്കളൊക്കെ ജോലിക്കൊക്കെ പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർന്നൊരവസ്ഥയാണ്.
ദൈവികമായ ഈശ്വരീയ ചിന്ത കൂടുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ഭഗവതിയൊക്കെ അനുഗ്രഹം ഉണ്ടാകുന്നൊരു സമയമാണ്. ലോട്ടറി പോലുള്ള മഹാഭാഗ്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലോട്ടറികളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഭാഗ്യദിനം ഭാഗ്യ നമ്പറൊക്കെ ചേർന്ന് വരുന്ന ദിവസം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള കടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്നൊരു സമയമാണ്. സർവ്വത്തിൽ ഐശ്വര്യങ്ങൾ അഭിവൃദ്ധി, രോഗായ ദുരിതത്തിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവും തമ്മിലുള്ള കലഹങ്ങളൊക്കെ മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നന്ദി. ഓം നമോ നാരായണ. ഓം നമഃ ശിവായ.